السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, വിശുദ്ധ റമദാനിലെ 8ാമത്തെ ദിവസത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. വിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട് അതിന്റെ മഹാത്മ്യവും ശ്രേഷ്ഠതയുമൊക്കെ നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ വിശുദ്ധ റമദാനിനെ റമദാനാക്കി മാറ്റിയത്, റമദാൻ മാസത്തിൽ ഇത്രമേൽ പവിത്രതയും ശ്രേഷ്ഠതയും ഒക്കെ നൽകപ്പെട്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്തായ ഖുർആൻ അവതരിപ്പിച്ചത് കൊണ്ടാണ്. സൂറ ബഖറയിലെ 185 വചനത്തിലൂടെ അല്ലാഹു ആ കാര്യം നമ്മെ പഠിപ്പിക്കുന്നു. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസ്. മനുഷ്യർക്കാർഗമാനം മാർഗദർശനവുമായി വിശുദ്ധ ഖുർആൻ അവതരിച്ചത് റമദാൻ മാസത്തിലാണ്. അഥവാ ഖുർആൻ അവതരിപ്പിക്കാൻ അള്ളാഹു തിരഞ്ഞെടുത്ത മാസമാണ് റമദാൻ എന്നർത്ഥം. ഇതാണ് സത്യത്തിൽ റമദാനിന്റെ ഏറ്റവും വലിയ മഹത്വം. പക്ഷേ റമദാൻ എന്ന് കേൾക്കുമ്പോൾ ഭൂരിഭാഗം ആളുകളും ചിന്തിക്കുന്നത് നോമ്പ് എന്നത് മാത്രമാണ്. വിശുദ്ധ റമദാനിനെ റമദാനാക്കി മാറ്റിയത് ഖുർആനിന്റെ അവതരണം ആണെങ്കിലും ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ ഖുർആൻ പാരായണത്തിനും പഠനത്തിനും ഒക്കെ എത്രത്തോളം സമയം കണ്ടെത്തുന്നുണ്ട് എന്ന് ഗൗരവത്തോടെ ആലോചിക്കുകയും ഈ പുണ്യദിനരാത്രങ്ങൾ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.